മണ്ണകം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് മണ്ണകം ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം എളമക്കരയിൽ ഒരു പഴയകാല കലാകാരനെയാണ്. ഈ എളമക്കര പ്രദേശത്ത് ആശാനെന്ന് വിളിക്കുന്ന വേലായുധൻ ചേട്ടനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മണ്ണകം ചാനലിലെ പ്രേക്ഷകർക്ക് വേലായുധൻ ചേട്ടനെ പരിചയപ്പെടാം. ഈ കലാരംഗത്തേക്ക് വന്ന് ഒന്ന് പറയാമോ? അത് ഫസ്റ്റിലെ എനിക്കൊരു 10-12 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ പുന്നക്കൽ ക്ഷേത്രത്തിൽ ചങ്ങമ്പുഴ നൃത്ത കലാലയം എന്ന് പറഞ്ഞവരുടെ ഡാൻസോടെ വെച്ചിരുന്നു. ആ ഡാൻസ് കാണാൻ വന്നതാണ് ഞാൻ. അന്നും അതിലെനിക്ക് ഡാൻസിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കമ്പുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വർണ്ണപ്പണിക്കാരുണ്ടായി, ഈ സാൻപടിക്കൽ. ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ മോനെ ഞാനും കൂടി ഭയങ്കര കൂട്ടുകാരായിരുന്നു. അങ്ങനെ നടന്ന് കൂട്ടുകൂടിയൊക്കെ നടന്നു വന്നപ്പോൾ ആ കൂട്ടുകാരൻ്റെ പേരെന്ത്? സുന്ദരൻ. എത്ര വയസ്സാണോ? എൻ്റെ പ്രായം ഉണ്ടാവും, ഞാൻ മരിച്ചുപോയി. അപ്പോൾ എനിക്കിപ്പോൾ 80 വയസ്സായി. അപ്പോൾ അങ്ങനെ അവനും ഞാനും കൂടി ഇവിടെ കണ്ടമംഗലം തങ്കപ്പൻ എന്ന ഒരാളുണ്ടായി, കീർത്തിനഗറിൽ. കീർത്തിനഗർ പടിഞ്ഞാട്ടുള്ള വഴിയില്ലേ, കണ്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. ഗാനപ്രിയനൊക്കെ താമസിക്കണം. ഗാനപ്രിയൻ്റെ അമ്മാവൻ ഈ പറഞ്ഞ ആൾ തങ്കപ്പൻ എന്ന് പറയും. ഇങ്ങനെ ഇവിടെ ഡാൻസും കൊണ്ട് വന്നു താണിക്കൽ ഇപ്പോൾ നമ്മുടെ പെട്രോൾ പമ്പ് താണിക്കൽ, അവിടെ പൊറ്റക്കുഴി അല്ല, ഇവിടെ താണിക്കൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ. അപ്പോൾ അവിടെ ഒരു പിടിമുറിയിൽ ഈ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടി സുന്ദരപ്പൻ എന്ന് പറഞ്ഞ ആളും ഞാനും കൂടി പച്ചാളത്തന്ന് സ്വർണ്ണപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വർണ്ണപ്പണി ഞാൻ പഠിക്കാൻ വേണ്ടി, അവൻ സ്വർണ്ണപ്പണിക്ക് തട്ടാനാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഈ പലകുമായിട്ട് മുട്ട് കേൾക്കാം. ഈ ഡാൻസ് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ അന്ന് ഈ അടുപ്പ് പലകയല്ല, ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ പറയാം, സുന്ദരപ്പൻ എനിക്ക് പഠിക്കുമല്ലോ. അങ്ങനെ ഞാൻ അന്ന് പൈസയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമാണ്. അപ്പോൾ നമ്മുടെ സാൻപടിക്കുന്ന പടിഞ്ഞാട്ടുള്ള അന്ന് ചന്ദ്രശേഖരൻ എന്നൊരാളുണ്ടായിരുന്നു, ഭയങ്കര കോൺട്രാക്റ്റുകാരനാണ്. അയാൾ ഞാൻ അതിൻ്റെ തൊട്ട് അടുക്കത് എൻ്റെ വീട്. അത് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആളുടെ പേര്. എനിക്ക് അപ്പോൾ അന്ന് പൂജ എടുപ്പ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഡാൻസ് പഠിക്കണം. ആരുടെ അടുത്താ? ഇങ്ങനെ തങ്കപ്പനാശാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ദക്ഷിണ വെക്കാൻ കാഴ്ചയില്ല, അത്ര മോശം പ്രായമാണ്, ആ സമയമാണ് ഒന്ന്. അപ്പം അന്നേരം എനിക്കൊരു 10-12 വയസ്സ് പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങേര് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആൾ അന്ന് 2 രൂപ 2ൻ്റെ നോട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, 1 രൂപ ദക്ഷിണ വെക്കാം, ബാക്കി 1 രൂപക്ക് 12 ചായ കിട്ടുമെന്ന്, ഒരാളുടെ ചായക്ക്. അപ്പോൾ ആ ഇപ്പോഴത്തെ ചായക്കട ഉണ്ടല്ലോ താണിക്കൽ, അന്ന് ശിവമുരാളി എന്ന് പറഞ്ഞു. അങ്ങനെ ശിവമുരാളി നടത്തിക്കൊണ്ട് അവിടെ 12 ചായ മേടിച്ചിട്ട് എല്ലാവരും അവിടെ കൊടുക്കണം, 1 രൂപ ദക്ഷിണ കൊടുക്കും. അങ്ങനെ ഉണ്ടായിരുന്നു ആശാനെ. അപ്പോൾ തങ്കപ്പൻ ആശാൻ്റെ അടുത്ത് ഡാൻസ് പഠിച്ച്, അതുപോലെ പള്ളുരുത്തി പോയിട്ട് നടരാജ മാഷിൻ്റെ അടുത്ത് പഠിച്ച്, അത് കഴിഞ്ഞ ശേഷം ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? നാരായണദാസൻ എന്ന് പറഞ്ഞ മാഷിൻ്റെ കൂടെ പഠിച്ചു. പല മാഷന്മാരുടെ കൂടെ പഠിച്ചിട്ടുണ്ട് ഡാൻസ്. അങ്ങനെ കഴിഞ്ഞ് 18 വയസ്സുള്ളപ്പോൾ 18ാമത്തെ വയസ്സിലാണ് ഡാൻസ് മാഷായി. കലൂരിൽ നിന്ന് കുറച്ച് തെക്കോട്ട് പോകുമ്പോഴത്തേക്ക് അല്ല, കലാപം വേറെ ഒരു മഠമുണ്ട്. ആ മഠത്തിൽ ഡാൻസ് മാഷ് വേണമെന്ന് പറഞ്ഞ് അവിടെ പോയി. അപ്പോൾ ഏതാണ്ട് എനിക്കൊരു 10-30 വയസ്സ് പ്രായമുണ്ട്. അവിടെ പോയി ഡാൻസ് പഠിപ്പിച്ചു തുടങ്ങി. അവിടെ 7 കൊല്ലത്തോളം അവിടെ പഠിപ്പിക്കാൻ. അവിടെ സ്റ്റീഫൻ പോളി എന്നൊക്കെ പറഞ്ഞ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞപ്പോഴാണ് കലാഭവനിൽ ആബേലച്ചൻ എന്നെ വിളിച്ച് ഡാൻസ് മാഷായിട്ട് വിളിച്ചു. അവിടെ പഠിപ്പിക്കുമ്പോൾ ഈ കലാഭവൻ മണി, ഹരിശ്വര അശോകൻ,
ഇവരൊക്കെ അവിടെ ഈ മിമിക് പരേഡ് ഇതിന് വേണ്ടി വരും. അങ്ങനെ എന്നെ കണ്ട് പരിചയമായി. ഈ കലാപമണി ഞാനിപ്പോൾ ഡാൻസ് പഠിച്ചു, ഡാൻസ് ടീച്ചറായി, പല ട്രൂപ്പുകളിലും കളിക്കും പോയി പഠിപ്പിച്ചു. അതുകൂടാണ്ട് വീട്ടിൽ തന്നെ ഡാൻസ് ക്ലാസ് ഇട്ടു. പിന്നെ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഏതെങ്കിലും ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ കലാരംഗത്ത് ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ഡ്രാമ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് കുയിലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കുയിലൻ ബൈബിൾ ഡാൻസ് സെറ്റാണ്. അയാളുടെ സെറ്റ് പോയിട്ടുണ്ട്. അയാളുടെ ശ്രീയേശു ചരിത്രം യേശുവിൻ്റെ ജന്മം മുതൽ അവസാനം വരെ ഉള്ള ചരിത്രം വിമലാലയത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ കുയിലൻ്റെ കർട്ടനും ഇതൊക്കെയാണ് സെറ്റിങ്സ് ഒക്കെ അന്ന് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തത്. ഈ വിമലാലയത്തിൽ ഞാൻ 3 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബൈബിൾ ഡാൻസ് അതുകൂടാണ്ട് എടപ്പള്ളി അശോകരാജിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ചെങ്ങമ്പുഴ നൃത്ത കലാലയം, മൈക്കിൾ മാഷിൻ്റെ അത് കഴിഞ്ഞിട്ട് അശോകരാജിൻ്റെ അടുത്ത് വന്നു. ഇത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി അരുന്താക്ഷനെ ട്രൂപ്പിൽ ചെന്ന് ഈ ഗ്രൂപ്പിലൊക്കെ മാറി അങ്ങനെ റെസ്റ്റ് ഒന്നുമില്ല. റെസ്റ്റ് ഇപ്പം പറഞ്ഞ പോലെ 10-20 കൊല്ലം കഴിഞ്ഞു. അതൊക്കെ മറന്നും പോയി, കലാരംഗമൊക്കെ മറന്നുപോയി. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അന്ന് പറയാൻ പറ്റൂല. എന്തോരം ശിഷ്യന്മാരുണ്ടെന്ന് വെച്ചാൽ കണക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ഡാൻസ് ട്രൂപ്പൊക്കെ തുടങ്ങി. അത് മുല്ലക്കൽ ഡാൻസ് ട്രൂപ്പ് എന്ന് പറഞ്ഞ് പേരുണ്ടായിരുന്നു. കലാരംഗത്ത് വന്നതിന് ശേഷം ഉണ്ടായ ഒരു സന്തോഷം, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ സന്തോഷം, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ നേരിട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാം. കലാരംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഈ കല അവതരിപ്പിക്കുമ്പോൾ സംഗീതം പഠിപ്പിക്കുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ്. അന്നത്തെ ദിവസം അവള് ഡാൻസ് മാസ്റ്റർമാർ അതുപോലെയൊക്കെ തന്നെ. അങ്ങനെ അന്നത്തെ ദിവസം ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നല്ലാതെ പിന്നീട് ഇരുന്ന് ആലോചനയാണ്. കാരണം ഈ നാട്ടുകാരെ കാണിച്ച് നല്ല ഭംഗിയിലൊക്കെ കാണിക്കും, പക്ഷെ അവൻ്റെ വീട്ടിലൊന്നും ഉണ്ടാവില്ലായിരുന്നു, വീട്ടിൽ പട്ടിണിയായിരിക്കും. അതാണ് ഒരു കലാകാരൻ, നല്ലൊരു കലാകാരൻ്റെ. അന്ന് പൈസ ഒന്നുമില്ല, ഇതിനൊന്നും ആർക്കും ഒരു ഗ്രാഹവും ഇല്ല. ആ കാലത്ത് വിളിച്ചുകൊണ്ട് തന്നെ പഠിപ്പിച്ചിട്ട് ചോറും ചായയൊക്കെ ആശാൻ മേടിച്ച് കൊടുത്തിട്ടാണ് പിള്ളേർ പഠിപ്പിക്കുക. അങ്ങനെ ഒരു കാലം ഉണ്ടായി. ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. കാരണം ഞാൻ പഠിച്ചേക്കണ വിദ്യ മറ്റൊരു കുട്ടീനെ പഠിപ്പിച്ചിട്ട് ആ കുട്ടീനോട് കളിപ്പിച്ചാലേ നാട്ടുകാർ തന്നെ അറിയുള്ളൂ. അല്ല ഞാൻ തന്നെ കളിച്ചാൽ ശരിയാവില്ല. ഞങ്ങളുടെ മണ്ണകം ചാനലിന് വേണ്ടി ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞു തന്നെ ആശാൻ്റെ ജീവിതം അല്ലെങ്കിൽ ആശാൻ്റെ കലാജീവിതമൊക്കെ പരിചയപ്പെടുത്തുന്ന നന്ദി പറയുകയാണ്. മണ്ണകം ചാനലിന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ആശാനോട് നന്ദി പറയുകയാണ്. സന്തോഷം.